UDF ക്യാമ്പിനെ സംബന്ധിച്ച് അൻവർ എന്ന ഫാക്ടർ അവിടെ ഒരു ഐക്യപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. നേരത്തെ അൻവറിനെ സഹായിച്ച കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം അത് ഇനി അടർന്നു മാറാതെ ഒരുമിച്ചെന്ന് ആര്യടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാനായി ചേർന്ന് നിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അവരെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. നിലമ്പൂരിൽ ജയിച്ചാലേ 2026 നിലമ്പൂരിൽ ജയിച്ചില്ല എങ്കിൽ അവിടെ UDFിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുകയും അവിടെ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. മറിച്ച് അപ്പുറത്ത് സ്വരാജാണ് തോൽക്കുന്നതെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകില്ല. പാർട്ടി ആ പ്രശ്നം അവിടെ നികത്തും. ഈ തരത്തിലുള്ള പൊട്ടിത്തെറി പാർട്ടിക്കകത്തൊരു പൊട്ടിത്തെറിയോ മുന്നണിക്കകത്തൊരു പൊട്ടിത്തെറിയോ ഉണ്ടാകില്ല. അൻവറിനോട് തോറ്റു എന്നൊരു വിഷയം വേറെ രൂപത്തിൽ അവർക്ക് പറഞ്ഞു നിൽക്കാനാവും. പക്ഷേ UDFിലെ സ്ഥിതി അതായിരിക്കില്ല. വലിയ പൊട്ടിത്തെറിയിലേക്ക് അത് നീങ്ങും. പക്ഷേ അൻവറിനെ സംബന്ധിച്ചും UDF തോൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഗുണം ചെയ്യുക. അപ്പോൾ അതിലേക്കാവും അദ്ദേഹം ഊന്നുക. ഇപ്പോൾ ഓരോ ദിവസം ഊഴമിട്ട് ഓരോ നേതാക്കൾക്കെതിരെ പറയുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവായിരുന്നു, ഇന്ന് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ചതിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആരുടെ ചതി, ആരുടെ വഞ്ചന അവിടെ വോട്ടാകുമെന്ന് അറിയേണ്ടതുണ്ട്. ആത്യന്തികമായി താൻ നൽകുന്ന മെസ്സേജ് എന്തെന്ന് PV അൻവറും ആലോചിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാകുന്നത്. ഇപ്പോൾ നമ്മൾ കാണാത്ത നിശബ്ദരായ വോട്ടർമാരുണ്ട്. അവരാണ് യഥാർത്ഥ വിധിയെഴുത്തുകാർ.